തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധിയെന്ന് ആവർത്തിച്ച LDF പൊതുമരാമത്ത് പണികൾ നിലച്ചിട്ട് മാസങ്ങളായെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ടെൻഡർ വിളിക്കുന്നതിലും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും ഗുരുതര വീഴ്ചയാണുള്ളത്. 360 കോടി രൂപയുടെ പൊതുമരാമത്ത് പണികളാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് എന്നും SP ദീപക് പറയും. ഇവിടെ 360 കോടി രൂപയുടെ മരാമത്ത് പണികളാണ് നടത്തി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള DPC കൂടി അതിൻ്റെ അംഗീകാരവും മറ്റു കാര്യങ്ങളുമെല്ലാം കിട്ടിയതാണ്. പക്ഷേ ആ മരാമത്ത് പണിയൊന്നും ഇപ്പോഴും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. മരാമത്ത് പണിയുടെ വർക്ക് കൃത്യമായിട്ട് എടുത്ത് അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1, 2, 3 കൗൺസിലുകൾ പെട്ടെന്ന് വിളിച്ച് ഒരു മാസത്തിനിടയിൽ തന്നെ വിളിച്ച് ഈ മരാമത്ത് പണിയുടെ വർക്ക് ഫോളോ അപ്പാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഈ വർഷത്തെ മരാമത്ത് പണിയുടെ എസ്റ്റിമേറ്റ് പോലും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു വർഷത്തേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പണികളും സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അരുൺ സോളമൻ ചേരുകയാണ്. അരുൺ, കേരളത്തിൽ ആദ്യമായ ഒരു കോർപ്പറേഷന്റെ ഭരണം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമ്പോൾ BJP നൽകിയ വാഗ്ദാനം തൊട്ട് മുൻപത്തെ സർക്കാരിന്റെ കാലത്തുണ്ടായ എല്ലാ വീഴ്ചകളും എല്ലാം പരിഹരിക്കും എന്നുള്ളതായിരുന്നു. അതായത് റോഡിലെ കുഴിയാണെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണം, ഈ നാട്ടിലെ ശുചിത്വത്തിന്റെ പ്രശ്നം, ഈ തെരുവ് നായ ശല്യം, ഇതെല്ലാം പരിഹരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇതൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണോ LDFന്റെ പരാതി? ഷികാസ്, നമുക്കറിയാം ഈ ഭരണം പിടിക്കുന്നതിന് മുൻപ് തന്നെ നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു. അതായത് ഈ നഗരത്തെക്കുറിച്ചുള്ള വികസന കാഴ്ചപ്പാടുകൾ അത് സംബന്ധിച്ചൊരു ബ്ലൂ പ്രിന്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പുറത്തിറക്കുമെന്നുള്ളതാണ്. പക്ഷേ പ്രധാനമന്ത്രി വന്നു കടന്നുപോയി എന്നുള്ളതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിൽ കഴിഞ്ഞ 6 മാസമായി ഈ നഗരത്തിന്റെ പൊതുമരാമത്ത് പണികൾ പൂർണ്ണമായിട്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 280-ലേറെ വരുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറുടെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് SP ദീപക് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇതിൽ തന്നെ ഈ ടെൻഡർ നടപടികളും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുകയാണ്. 2025-26 വർഷത്തിലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഏറെ വൈകിയാണ് മുന്നോട്ട് പോകുന്നത്. 360 കോടി രൂപയുടെ പദ്ധതികൾ, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും കൗൺസിൽ യോഗങ്ങൾ പോലും ചേരാനായിട്ട് മേയർ മുന്നോട്ട് വന്നിട്ടില്ല. ഈ അവസാനം നടന്ന കൗൺസിൽ യോഗം അതിൽ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട് 280-ലേറെ വരുന്ന റോഡുകളുടെ ചർച്ചകളാണ് വന്നത്. പക്ഷേ 7 മിനിറ്റ് കൊണ്ട് ആ കൗൺസിൽ അവസാനിക്കുകയും വലിയ ഒരു അടിയിലേക്ക് കലാശിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഇതിൽ ഇപ്പോൾ നട്ടം തിരിയുന്നത് തലസ്ഥാനത്തെ നഗരവാസികളാണ്. കാരണം നല്ലൊരു റോഡ് ഇപ്പോൾ നഗരത്തിലെ 101 വാർഡുകളിൽ. അപ്പോൾ ഇവർ പരസ്പരം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഇതിനിടയിൽ കിടന്ന ജനങ്ങളാണ് നട്ടം തിരിയുന്നത്.